13-ാം ദിവസത്തോടെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര 200 കോടി ക്ലബിലേക്ക് എത്തുന്നു. 12-ാം ദിവസത്തെ ട്രാക്ക്ഡ് കളക്ഷൻ റിപ്പോർട്ട് നമുക്ക് നോക്കാം. 12-ാം ദിവസമായ തിങ്കളാഴ്ച 1596 ഷോസാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 2,93,000 ടിക്കറ്റുകളാണ് സോൾഡ് ഔട്ട് ആയിട്ടുള്ളത്. 4,66 ലക്ഷത്തോളമാണ് ചിത്രം ട്രാക്ക്ഡ് കളക്ഷനായി നേടിയിരിക്കുന്നത്. അതായത് ഇന്നും ഈ സിനിമ 5 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇതോടുകൂടി കേരള കളക്ഷനായി 64-65 കോടിയിലേക്ക് ചിത്രം എത്തിയിരിക്കുകയാണ്. ഇനി ഈ സിനിമയുടെ 12 ദിവസത്തെ എക്സ്പെക്റ്റഡ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് നമുക്ക് വരാം. 12 ദിവസം കൊണ്ട് ലോക കേരളത്തിൽ നിന്ന് മാത്രമായി നേടിയിരിക്കുന്നത് 64 കോടിക്ക് മുകളിലാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 38 കോടിയും ഓവർസീസിൽ നിന്ന് 93 കോടിയുമാണ് ചിത്രം നേടിയിരിക്കുന്നത്. 12 ദിവസം കൊണ്ട് ഈ ചിത്രം വേൾഡ് വൈഡായി നേടിയിരിക്കുന്നത് 196 കോടിക്ക് മുകളിലാണ്. 13-ാം ദിവസത്തെ അഡ്വാൻസ്ഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 2 കോടിക്ക് മുകളിലാണ് ചിത്രം നേടിയിരിക്കുന്നത്. 12-ാം ദിവസം ബുക്ക് മൈ ഷോയിലൂടെ 3 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് വിറ്റുപോയത്. 12 ദിവസം കൊണ്ട് തമിഴിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നത് 10 കോടിക്ക് മുകളിലായിട്ടാണ്. തെലുഗുവിൽ നിന്ന് 12.5 ക്രോറിന് മുകളിലും അതുപോലെ കന്നഡയിൽ നിന്ന് 9 ക്രോറിന് മുകളിലുമാണ് നേടിയിട്ടുള്ളത്. 4 ദിവസം കൊണ്ട് ഹിന്ദിയിൽ നിന്ന് നേടിയിട്ടുള്ളത് 1.65 കോടിക്ക് മുകളിലാണ്. തമിഴിൽ നിന്ന് ഹയസ്റ്റ് കളക്ഷൻ നേടിയ ഒരു മലയാള സിനിമയായി മാറി ലോക. തെലുഗുവിൽ മഞ്ഞുമൽ ബോയ്സിൻ്റെയും റെക്കോർഡ് തകർത്തുകൊണ്ടാണ് ലോക മുന്നോട്ട് പോകുന്നത്. ഓവർസീസിൽ നിന്ന് ഈ ചിത്രം 11 ദിവസം കൊണ്ട് $10 മില്യൺ മുകളിലാണ് നേടിയിട്ടുള്ളത്. ഇന്നു മുതൽ ലോകയ്ക്ക് 300-ന് മുകളിലുള്ള തിയേറ്ററുകളാണ് ഹിന്ദിയിൽ ആഡ് ചെയ്യപ്പെടുന്നത്. ഈ ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമായി ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി നേടിയിരിക്കുന്നത് 14.5 കോടിക്ക് മുകളിലാണ്. ലോക 200 കഴിഞ്ഞ് 300 കോടി ക്ലബിലേക്ക് കയറുന്നത് കാത്തിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ആരൊക്കെയാണ് ഇതിനു വേണ്ടി കാത്തിരിക്കുന്നത് എന്നൊന്ന് കമൻസിലൂടെ പറയണേ. കൂടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.